ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വെച്ചാൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ നടുന്നുണ്ട്. അപ്പോൾ അതാ കിട്ടുവും കൂടെ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും നടാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്കിവനെ ഇവിടോട്ടങ്ങനെ ഒന്ന് ഇരുത്താം. അപ്പോൾ നല്ല പൊക്കത്തിലാകുമ്പോൾ അവനവിടെ ഇരുന്നോളും. അപ്പോൾ അതാ ചെണ്ടുമല്ലിയുടെ ഇതാണ്, നല്ല മഞ്ഞ നിറത്തിലുള്ളതാണ്. ഇത് 2 നിറത്തിലുള്ളതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിവിടെ നടാം. അപ്പോൾ ഓണത്തിനേക്ക് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാനായിട്ടാകുമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ നട്ട് നോക്കാമെന്ന് ചെല്ലിയാണ്. ചേട്ടനും കൂടെ ഒക്കെ വന്നിട്ടേ നടുന്നുള്ളു. കുറേ ഉണ്ട്, 2 നിറത്തിലുള്ളതുണ്ട്. ചേട്ടൻ കടയിൽ വരെ പോയേക്കുവാണ്. ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ നടാമെന്ന് ചെല്ലിയ. ഞാനിവിടെ കിട്ടുവിനെയാണ് കസാര ഇരുത്തിയിട്ടുണ്ട്. കസാരയിലാകുമ്പോൾ അവനങ്ങനെ ചാടത്തൊന്നുമില്ല, അവനവിടെ അങ്ങ് ഇരുന്നോളും. അപ്പം അവനവിടെ ഇരുത്ത്. അല്ലെങ്കിൽ ഇവൻ ഇതെല്ലാം ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒന്ന് നടാനായിട്ട് സമ്മതിക്കും. ഇവനെല്ലാം കടിച്ച് പറിച്ച് ഇതെല്ലാം അങ്ങ് നാശമാക്കി കളയും. അപ്പം അതുകൊണ്ട് ഞാൻ അവനവിടെ കസാരയിലിരുത്തി. അപ്പോൾ ചേട്ടൻ ദാ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നേ. ആ ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ ഷാർജ അടിക്കാനായിട്ട് പാല് മേടിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. പാലും കൊണ്ടുവന്ന് അപ്പം നമുക്ക് 2 പേർക്കും കൂടെ ഞങ്ങൾ നടാനായിട്ട് പോവാണ് ചെടികൾ, ഞാനും ചേട്ടനും കൂടെ. കുട്ടികളൊന്നും അങ്ങനെ നടാനായിട്ടൊന്നും വരുത്തുമൊന്നുമില്ല. അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒരു വീഡിയോയിൽ തന്നെ താല്പര്യമില്ല. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഈ ഗ്രാവലൊക്കെ നിരത്തിയേക്കുന്നുണ്ട്. ഇവിടെ നല്ലവണ്ണം പിടിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പുറത്തെ ഫ്രണ്ട് നട്ട് കഴിഞ്ഞ് ഇവനാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ഓടി കളിക്കുന്നുണ്ട്. ഇവൻ ഇതെല്ലാം ഈ ഇടയ്ക്ക് ഒരു കമ്പ് വെച്ചിട്ട് തന്നെ അവനതെല്ലാം വലിച്ചൂരിയെടുത്ത്, ചെമ്പരത്തിയുടെ ഒരു കമ്പ് വെച്ചപ്പോൾ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല സൂര്യപ്രകാശവും കിട്ടും. അപ്പോൾ എന്തായാലും നട്ടു നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് നടുന്നത്. അങ്ങനെ ഇതേവരെ ചെയ്തിട്ടില്ല. എന്തായാലും നട്ടു നോക്കാം. പിടിക്കുന്നത് അങ്ങനെ പിടിക്കട്ടെ. നമുക്ക് ചിലപ്പോൾ ഓണത്തിനേക്ക് നമുക്ക് എന്തെങ്കിലും അത്തപ്പൂ ഇടാനും അങ്ങനെയൊക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നട്ടു വെക്കുക. ഇത് മഴയൊക്കെ ഉണ്ടല്ലോ, അങ്ങ് പിടിച്ചോളും. ഇത് മഞ്ഞ നിറത്തിലുള്ള ഞാനിപ്പോൾ നടുന്നത്. നല്ല മഞ്ഞ 2 നിറത്തിലുണ്ട്, മഞ്ഞയും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്നതാണ്. നമുക്ക് എത്ര അനുസരിച്ച് വേണമെങ്കിലും മേടിക്കാം. ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് മേടിച്ചത്. നമുക്ക് 100 150 എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ കിട്ടും. ഓരോരുത്തർ കൃഷി ചെയ്യാനായിട്ട് മേടിക്കുന്നുണ്ട് ഓണത്തിനേക്ക്, അങ്ങനെയൊക്കെ ഓരോ വിൽക്കാനായിട്ടൊക്കെ. നമ്മൾ പിന്നെ വിൽക്കാനായിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് നമുക്ക് നടാൻ ചെല്ലിയ ഞാനിങ്ങനെ മേടിച്ചത് തന്നെ. പിന്നെ ചുമ്മാ ഒരു നേരം പോക്കും ആകുമല്ലോ അങ്ങനെയൊക്കെ. എന്തുവാണെന്നറിയത്തില്ല. പിന്നെ ചിലതിലുണ്ടല്ലോ, ചില ഇതുണ്ട് ഇതിൻ്റെ മണ്ട ഇങ്ങനെ വന്നിട്ട് ഇതങ്ങ് വെട്ടിമുറിക്കും, ഒരു നശിപ്പിക്കുന്ന ഒരു ഇതെന്തോ ഉണ്ട്. അപ്പം എന്തുവായാലും നട്ട് വെക്കുക, പിടിക്കുന്നേ പിടിക്കട്ടെ. അപ്പോൾ കിട്ടുവിനെ കസാര എത്തിയപ്പോഴത്തേ അവനങ്ങ് ഉറക്കമായി കേട്ടോ. അവന് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി അങ്ങ്. അപ്പോൾ ചേട്ടനും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ചേട്ടനും കൂടെ നട്ട് ഞങ്ങൾ 2 പേരും കൂടെ നടന്നത്. കുട്ടികളങ്ങനെ അവർ ഇതിനോടൊന്നും വലിയ താല്പര്യത്തിൽ അവരങ്ങനെ വരുത്തില്ല നടാനായിട്ട്. ഞങ്ങളിങ്ങനെ ഇവിടെ എല്ലാം നട്ട് മൊത്തം ഇവിടെ ആകുമ്പോൾ നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും. ഇവിടെ വെയിലും ഉണ്ടല്ലോ. അപ്പോൾ ഞാനെല്ലാം നട്ട് കഴിഞ്ഞ് ഇനിയും ബാക്കിയുള്ള കിളിച്ച് വരുമ്പോൾ ഇനിയും കാണാം ഇതിൻ്റെ എന്തുവാ എന്നൊക്കെ ബാക്കിയുള്ള ഇതൊക്കെ. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ അത് കാണിക്കാം. അപ്പോൾ നേരത്തെ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുമൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഒത്തിരി മേടിച്ച് വെച്ചായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അങ്ങ് പോയി. റോസായും അങ്ങനെ ജമന്തി അങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാനറ്റൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് ഇവിടെ വലിയ സൂര്യപ്രകാശമൊക്കെ തരും, വീടിൻ്റെ വാതിൽ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോഴിവാലം പോലത്തെ ഒരു ടൈപ്പ് ചെടിയാണ്. അത് ഞാൻ അടുത്ത ഇതങ്ങ് പടർന്ന് കയറുന്ന ടൈപ്പ് ചെടിയാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് നല്ല ഇലച്ചെടി പോലത്തെ നല്ല ഇതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി വിട്ടു കൊടുക്കും. പിന്നെ ഇത് ഇലച്ചെടിയാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇതങ്ങ് പടന്ന് കയറുവാങ്ങ്, പടം നല്ല ഇലച്ചിൽ പോലെ ഇതാകുവാങ്ങ്. നല്ലൊരു ചെടി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇത് ഞാൻ സ്റ്റെപ്പേൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കിട്ടു വന്നതൊക്കെ പിന്നെ ഇവനിങ്ങനെ അവിടെ ഇരുന്ന് കളിക്കും. അന്നേരം ഇവൻ്റെ ഇതിൻ്റെ മണ്ടയൊക്കെ ഉണ്ടല്ലോ, അവൻ ഈ ഇലയുടെ തണ്ടെല്ലാം ഒടിച്ചൊടിച്ച് വെക്കും. ഇനി അടുത്തത് മഞ്ഞ റോസയാണ്. ഈ ഇടയ്ക്ക് 2 പൂ വിരിഞ്ഞായിരുന്നു, നല്ല ഇത്. അപ്പം ഇപ്പോൾ അതെല്ലാം പൂവെല്ലാം കരിഞ്ഞു പോയി. ഇനി പിന്നെ ഞാൻ 2 ചക്കക്കുരു കൂടി ഇതിനകത്ത് പാകിയിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കക്കുരു ആയിരുന്നേ. അപ്പോൾ അത് അവിടെ കിളിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് അങ്ങ് കിളിച്ചോളും. ഇനി അത് പിങ്ക് കളറിലുള്ള ഒരു റോസയാണിത്.
പിങ്ക് നിറത്തിലുള്ള. ഇതേലും പൂവുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ പൂവൊക്കെ എല്ലാം വാടിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ട വെട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിളിക്കുന്നത്. അടുത്ത ഇത് ആ കോഴിവാലൻ ചെടി, അതുപോലെ അതിൻ്റെ കനവുള്ള ഒരു ചെടിയാണ് ഇത് നല്ല ഭംഗിയത്, നല്ല ഇതായിട്ടുള്ള ചെടിയാണ്. അടുത്ത ഇതൊരു ഇലച്ചെടി ടൈപ്പാണ്. ഇത് നല്ല ഭംഗി, ഇതൊക്കെ നല്ലൊരു ചെടിയാണ്. ഇനി അടുത്ത ഇതിൽ നമ്മുടെ എന്തുവാ ഈ നല്ല ബൊക്ക പോലെ നിൽക്കുന്നൊരു ടൈപ്പ് ഇതാണ്. നമ്മളിങ്ങനെ വെട്ടി കൊടുത്താൽ കുടം പോലെ നിൽക്കും. ഇപ്പം ഞാൻ വെട്ടിയിട്ടില്ല, കുറച്ച് നാളായി. ഇതെല്ലാം എൻ്റെ മണ്ടയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് തന്നെ. ഇനി അടുത്തതായിട്ട് ഈ ആന്തൂറിയം ഉണ്ടല്ലോ, അതാണ്. ഇത് വെള്ള കളറിലെയാണ് ഇത്. ഇപ്പോൾ ഇത് ഇതൊന്നും ആയിട്ടില്ല ഇതേല. ആ ടൈപ്പ് സൈസ് ചെടിയാണ്, നല്ല ഇതാണ്. അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഓർക്കിഡ്, അതായത് വയലറ്റ് കളറുണ്ടല്ലോ, അതേലെ ഓർക്കിഡായത്. നല്ല ഭംഗിയാണ്. പൂവേണ്ട മുട്ട് വന്നിട്ടുണ്ട് ഇതേല, നല്ല വയലറ്റ് നിറത്തിലുള്ളതാണ്. പിന്നെ ഇതെൻ്റെ വീട്ടിലെ തെറ്റിയാണ്. അതായത് പിങ്ക് കളറാണ്. അതായത് വെച്ചാൽ നിറച്ച് പൂവ്. ഈ ഇടയ്ക്ക് മൊത്തം ഈ മഴയൊക്കെ ഇല്ലേ, അപ്പം എല്ലാം ഒന്ന് കോതി വിട്ടുകൊടുത്തായിരുന്നു. അപ്പോൾ കോതി വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട് നിറച്ചും അങ്ങ് നിറച്ച് പോയാൽ മിക്കവാറും അമ്പലത്തിലൊക്കെ ഞാൻ മാല കെട്ടിക്കൊണ്ട് കൊടുക്കുകയും ദിവസവും പൂവുണ്ട്, ഒരു ദിവസം ഒഴിയാതെ പൂവുണ്ട്, ഇഷ്ടക്കണക്കുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ വളർത്തുന്നതാണ് മീനുകളൊക്കെ, മറ്റേ ഗപ്പി അങ്ങനെയുള്ള സാരി അങ്ങനെയൊക്കെ ഉള്ള മീനുകളുണ്ടോ ചെറിയ. അപ്പോൾ അതാണ് തൊടിയിൽ ഇങ്ങനെ ഇട്ടേക്കുക മക്കൾ. അവരവർ തീറ്റ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ മാറ്റി. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് വെള്ളം ഇച്ചിരി കൂടുതൽ കിടപ്പുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കോരി മാറ്റി കൊടുക്കാണ്ട് മീനെല്ലാം ഓടിക്കളിക്കുന്നുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഒത്തിരി പൊടി കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങ് കുറച്ചൊക്കെ അങ്ങ് ഈ തള്ളമാരങ്ങ് ഇതിൻ്റെ മീനെയൊക്കെ അങ്ങ് തിന്നു അങ്ങ്. ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് അവൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് മൊത്തം അങ്ങ് ഇതങ്ങ് തിന്നും. ഇനി അടുത്തതായിട്ട് ഞാൻ എപ്പോഴും കാണിക്കുന്ന വീഡിയോയിൽ എൻ്റെ ചെറിയൊരു പ്ലാവ് ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞി പ്ലാവ്, ബഡ്ഡിങ് പ്ലാവാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് അരി ചക്ക പിടിച്ചാൽ അതെല്ലാം വിളഞ്ഞ് പഴുത്ത് അതേന്ന് ഞാൻ വെട്ടിയായിരുന്നു. ഇപ്പോൾ അടുത്ത ഒരെണ്ണം നിൽപ്പുണ്ട്. ഇതിനങ്ങനെ സീസണൊന്നുമില്ല, എല്ലാ ടൈമിങ്ങിലും ഇത് ചക്ക പിടിക്കും. അങ്ങനെ ചെറിയ പ്ലാവാണ്, അതേലെ നല്ല ചക്ക എപ്പോഴും ഉണ്ടാകും. ഇനി അടുത്തായിട്ട് എൻ്റെ റംബൂട്ടാനൊന്ന് കാണിക്കാവേ. ഇനി അപ്പുറത്തായിട്ടാണ്, ഞാൻ അങ്ങോട്ട് പോയിട്ട് അതെല്ലാം ഒന്ന് കാണിക്കാം. അപ്പോൾ റംബൂട്ടാനെ ആണെങ്കിൽ ഈ പ്രാവശ്യം നല്ല വണ്ണം ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ വീഡിയോയിലേക്ക്. അപ്പം ഈ പ്രാവശ്യം നിറച്ച് പിടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മഴയാകുമ്പോൾ ഇതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും, കുറച്ചൊക്കെ പിന്നെ ചെറുതൊക്കെ ഇത്. പക്ഷെ നല്ല റംബൂട്ടാനാണ്, മുട്ടൻ കായുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. പ്രാവശ്യം അങ്ങ് നിറച്ച് പിടിച്ചിട്ടുണ്ട് ഇതേലെ, ഒരുപാട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെടി നടിയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എല്ലാം ഒന്ന് കാണിച്ചു തന്ന്. അപ്പോൾ അതാ കിട്ടുമെല്ലാം ഉറക്കമെല്ലാം ഉണർന്നിട്ടുണ്ട് അവനെ. അപ്പോൾ അതാ വീഡിയോയിലിട്ട് വേണ്ട, അവൻ്റെ കണ്ണാണെങ്കിൽ അടച്ചു വെച്ചിരിക്കും അവനെ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഓടിക്കളിക്കും, ഇതൊക്കെയാണ് ജോലി. അപ്പം എൻ്റെ കൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പാലൊക്കെ നല്ലവണ്ണം തണുത്തായിരുന്നു. അപ്പോഴത്തേനും മോൾ ഇതെല്ലാം ജ്യൂസെല്ലാം അടിച്ച് എനിക്കും ചേട്ടനും മോനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇന്നലെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെള്ളം നല്ല ഇതായി കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിച്ച് നല്ലവണ്ണം ഒന്ന് ഇതായിട്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.